ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ കൺസിസ്റ്റന്റ് അല്ലാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ ലേസി ആണെന്നോ, വീക്ക് ആണെന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം ലാസ്റ്റ് ഞാൻ പറയുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റാ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ കുറേ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വലിയ വലിയ ഡ്രീംസ് ഉണ്ട്, അംബീഷൻസ് ഉണ്ട്. ആൻഡ് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ലൈക്ക് എപ്പോഴും ടയേർഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, ഒരു ക്ലാരിറ്റി ഇല്ല. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അങ്ങനെ ഒന്നിനും ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഇഫ് യു ആർ വൺ ഓഫ് ദം, ദിസ് വീഡിയോസ് ഫോർ യു. ഒരു സമയം വരെ ഞാനും ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ലൈക്ക് ഫുൾ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യും. പക്ഷെ പിറ്റേ ദിവസം എണീച്ചിട്ട് അതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതെന്താ വെച്ചാൽ എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ എൻ്റെ മൈൻഡ് ഓവർലോഡായിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ. സോ കൺസിസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കണം. നമുക്ക് ആക്ച്വലി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളിൽ നിന്ന് ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാനിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ചിലപ്പോൾ 2 വർഷം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആയി. കാരണം ഞാനിത് 2 പ്രാവശ്യം പഠിച്ചല്ലോ. ഇത് മൊത്തം പഠിച്ചാണല്ലോ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ആ ഒരു മൈൻഡ് വരുമ്പോൾ തന്നെ അവിടെ സ്ട്രെസ് വന്നു. കാരണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഭയങ്കര ഒരു വേവലാതി വരും നമുക്ക്. ബിക്കോസ് നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം പഠിച്ചു. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കുക. നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യാണ്. 2 പ്രാവശ്യം പഠിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് മനസ്സിലാവണം. പക്ഷേ ആക്ച്വലി നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ 3ഓ 4ഓ പ്രാവശ്യം പഠിക്കേണ്ടി വന്നാലോ? അവിടെയാണ് നമുക്ക് ഈ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റാതായിട്ട് തോന്നണേ. നിങ്ങൾ ജസ്റ്റ് ഈ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ എക്സാമാ. അപ്പോൾ നാളെ തൊട്ട് പഠിക്കാൻ നിങ്ങൾ ഫുള്ള് പ്ലാനും കാര്യങ്ങളും ചെയ്തു വെച്ചു. പക്ഷേ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മാറ്റി വെച്ച് അന്ന് നമ്മളൊന്നും പഠിച്ചില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. ലൈക്ക് ഇന്നൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി 2 ആഴ്ച കൂടെയുള്ള എക്സാം ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് നമുക്കുള്ള മൂഡും കൂടി പോകും. അപ്പോൾ എന്താക്കും? നമുക്ക് നാളെയും അത് പഠിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ആ ഒരൊറ്റ ദിവസം മിസ്സായതുകൊണ്ട് നമുക്ക് നമ്മുടെ 2ഓ 3ഓ അല്ലെങ്കിൽ ഒരാഴ്ച വരെ മിസ്സായി പോകും. സോ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്നത് നമ്മൾ മടിയന്മാരായിട്ടല്ല. ആക്ച്വലി ഈ ഒരു ഇമോഷണൽ വെയിറ്റ് കാരണമാണ് നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഈസ് നോട്ട് അബൌട്ട് ഡിസിപ്ലിൻ. ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റ്. ഞാൻ എന്താ ഉദ്ദേശം വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിൽ ഒരു വിശ്വാസം നമുക്ക് വേണം. ഈ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്ന കാര്യത്തിന് നമുക്കൊരു ബോധ്യത വേണം. എങ്കിലേ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വലിയ വലിയ പ്ലാൻ ചെയ്യാതെ നമ്മളെക്കൊണ്ട് ആക്ച്വലി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് വെക്കുക. അതായത് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് 6 മണിക്കൂർ പഠിക്കണം എന്ന് ഡിസൈഡ് ചെയ്യണം. 6 മണിക്കൂർ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതിന് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അത്രയും വിൽ പവറും നമ്മുടെ ഫാമിലി സിറ്റുവേഷനും ഒക്കെ ആവണം. എല്ലാ കാര്യങ്ങളും ഒത്തുവരണം. അപ്പോൾ നിങ്ങളെയും കൊണ്ട് 1 2 ദിവസം ഇതേപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിന് ഓട്ടോമാറ്റിക്കലി ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഇയാളെ കാര്യമായിട്ട് എടുക്കണ്ട. ഇയാൾ ഓരോ പിച്ചും പെയ്യും വിളിച്ചു പറയും. അയാളെ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ പിന്നെ എന്താക്കുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും ഇതിന് ഇതേ ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം ബ്രെയിൻ അതിൻ്റെ ഡിഫറൻസ് അറിയില്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. നമുക്ക് എന്താണോ നമ്മളെ ഹാപ്പി ആക്കുന്നത് ആ കാര്യമാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്ലാനൊക്കെ ചെയ്യുമ്പോൾ ചെറുതാക്കി ചെയ്യുക. സ്റ്റാർട്ട് ഫ്രം സ്മോൾ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്ലാൻ വെച്ച് അത് ചെയ്ത് പ്ലാനും വലുതാക്കണം. അപ്പോൾ നമുക്ക് തന്നെ സെൽഫ് ട്രസ്റ്റ് കൂടി വരും. സോ നിങ്ങൾ ആഴ്ചയിൽ 1 2 ദിവസം 5 6 മണിക്കൂർ ഇരുന്ന് പഠിക്കാതെ എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് പഠിച്ചു നോക്ക്. എന്നാലും കിട്ടും നമുക്ക് 7 മണിക്കൂർ. 7 മണിക്കൂർ കിട്ടുമെന്ന് മാത്രമല്ല എല്ലാ ദിവസവും പഠിക്കുന്നതുകൊണ്ട് അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അധികം സ്ട്രെസ്ഡും ടയേർഡും ആവാതെ. തേർഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മോട്ടിവേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ലൈക്ക് ഇപ്പോൾ എല്ലാവരും പ്രോബ്ലം ആണ് പഠിക്കാൻ തോന്നിയാലേ പഠിക്കുള്ളൂ. ഒന്നിനും ഒരു പേടിയില്ല. ഇപ്പം മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കുറഞ്ഞു അതിനെന്താ? ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് മാറ്റുക. ആക്ച്വലി ഇതൊക്കെ നമുക്ക് പഠിക്കാനും എഴുതാനും എക്സാംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കണ്ടേ. ആസ് എ സ്റ്റുഡന്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിക്കുക, അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കുക. കാരണം തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്മൂത്തായി പോയിക്കോളും. നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറിയാൽ പിന്നെ പൊയ്ക്കോളും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? സെയിം പരിപാടിയാണ്. പിന്നെ ബി കൈൻഡ് ടു യുവർസെൽഫ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചില ആൾക്കാർ വലിയ വലിയ പ്ലാനൊക്കെ ചെയ്തു വെക്കും. എന്നിട്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രോബ്ലമായി. ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരും അതിനൊന്നും നിൽക്കരുത്. റിയലിസ്റ്റിക്കലി നമ്മളെക്കൊണ്ട് പറ്റുന്ന പ്ലാനുകൾ ചെയ്യുക. അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മളെക്കൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നെക്സ്റ്റ് ഡേ ചെയ്യാതിരിക്കാൻ നോക്കുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നമ്മളെപ്പോഴും സെൽഫ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും റോങ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എക്സാംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി
ടെസ്റ്റ് ഓഫ് നോളജ് മാത്രമല്ല. അത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ എല്ലാ ആൻസേഴ്സും എല്ലാ ടോപ്പിക്സും അറിയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു പ്രഷറിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിൽ ആ ആൻസേഴ്സ് ഒക്കെ അതിൽ എഴുതി വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ നോളജ് കൊണ്ട് ഒന്നും കാര്യമില്ല. ആൻഡ് ഈ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെന്റൽ സ്റ്റാമിന എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജുവലി പതുക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ജിമ്മിന് പോകുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഓടാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യും. അതായത് നമ്മൾ ഒരാഴ്ച 5 കിലോയിലാണെങ്കിൽ അടുത്ത ആഴ്ച അതിനെ കൂട്ടും. അപ്പോൾ അങ്ങനെ കൂട്ടി കൂട്ടി വെയിറ്റ് കൂട്ടി കൂട്ടി പതുക്കെ പതുക്കെ കൊണ്ടുവരിക. അല്ലാതെ ഒറ്റയടിക്ക് 10 കിലോയും 100 കിലോ കൊണ്ട് പൊക്കുകയല്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രോഗ്രസ്ലി ഓവർലോഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വലിയ ഡ്രാമ കാണിക്കാതെ ആ റിയാലിറ്റി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് മിസ്റ്റേക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യുക. ക്ഷമ വേണം, സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? അത് നമ്മൾ മീമായിട്ട് പറയുന്നുണ്ടെങ്കിലും ദിസ് ഈസ് റിയാലിറ്റി. നല്ല ക്ഷമ വേണം. ഗ്രോത്ത് എന്ന് പറയുന്നത് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതിന് നമ്മൾ ഫോഴ്സ് ചെയ്ത് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടൂല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ആരും ജനിക്കുമ്പോഴേ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം അങ്ങനെ ആഗ്രഹത്തിലുള്ളവരല്ല. സോ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഈ ടോപ്പ് പൊസിഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടോപ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ, സക്സസ്ഫുൾ ആയ ആൾക്കാർ. അവരങ്ങനെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് എഴുന്നേറ്റ് ആരും സക്സസ്ഫുൾ ആയിട്ടില്ല. സോ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒട്ടും പുറകിലല്ല. ആരുടെയും പുറകിലല്ല. ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നു. അവരെയും കൊണ്ട് പറ്റുന്ന മാർക്സ് വാങ്ങുന്നു. അല്ലെങ്കിൽ പറ്റുന്ന ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ലൈഫ് ഒരു കോമ്പറ്റീഷനായി കണ്ടിട്ട് എല്ലാവരുമായിട്ടും കോമ്പറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവാത്തത്. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് തുറന്നാലും ഫുള്ള് സക്സസ്ഫുൾ ആയ ആൾക്കാരായിരിക്കും. കാരണം അവരാണ് ആ ഒരു ലൈഫ് സ്റ്റൈലിനെ അപ്ലോഡ് ചെയ്യണത്. അവരുടെ ബാഡ് ഡേയ്സ് അവരൊരിക്കലും അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ എന്താ, അയ്യോ ഇതെല്ലാ ദിവസവും ഭയങ്കര ഭയങ്കര സംഭവമാണല്ലോ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഗിൽറ്റായി. കാരണം നിങ്ങളും അതേപോലെയൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിലൊരു വിഷമം എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റേ ജെന്റിൽ ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരെയും കൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മാർക്സ് ആവട്ടെ, ജോബ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ. നിങ്ങളും അത് വിശ്വസിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ആദ്യം നമുക്ക് വേണം. എന്നാലേ നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആക്ച്വലി ആ വിശ്വാസം തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ കേട്ടാൽ ഞാൻ അപ്പം തന്നെ നെഗ് അടിക്കും. ഓ അതൊക്കെ എങ്ങനെ ചെയ്യാം? അതൊക്കെ നടക്കുമോ? ഈ ഒരു സംഭവം തന്നെയായിരുന്നു എൻ്റെ എല്ലാ കാര്യത്തിലും ട്ടോ. ഇപ്പൊ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഞാനും ഇങ്ങനെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു ലെസണാണ്. ടൈം എടുക്കും. നമുക്ക് ബാഡ് തോട്ട്സ് വരുന്നത് നമുക്കങ്ങനെ ഗുഡ് ആയിട്ടൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാ. അപ്പൊ അത് കുറച്ചിങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളും ആ ഒരു ട്രാക്കിലാവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങളുടെ പുറകെ പോകാൻ തുടങ്ങും. സോ ഐ ബിലീവ് യു ക്യാൻ ഡു ദിസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി യു ഷുഡ് ബിലീവ് ഇറ്റ് ടു. സോ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.